ഇന്നലെ വളരെ ദാരുണമായ ഒരു സംഭവം അതിൻ്റെ ദൃശ്യങ്ങളിലൂടെ നമ്മൾ ഇന്നലെ കടന്നുപോയിരുന്നു. വയനാട് മാനന്തവാടി കൂടൽക്കടവിൽ ആദിവാസിയായ ഒരു മധ്യവയസ്കനെ കാറിൽ വലിച്ചിഴച്ച ആ സംഭവം. അതിൻ്റെ പ്രതികൾക്കായി പോലീസ് തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. പച്ചലക്കാട് പനമരം സ്വദേശികളായ പ്രതികൾ ഒളിവിലാണ് എന്നാണ് വിവരം. സംഭവത്തിൽ ഉൾപ്പെട്ട കാർ ഇന്നലെ പോലീസ് ഇവരുടെ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിൽ എടുത്തിരുന്നു. അനൂപാണ് വിവരങ്ങൾ നൽകാനുള്ളത്. അനൂപ്, ഈ പോലീസിന്റെ അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു? ഏതൊക്കെ വിധത്തിലാണ് അന്വേഷണം ക്രമീകരിച്ചിട്ടുള്ളത്, വിപുലപ്പെടുത്തിയിട്ടുള്ളത് എങ്ങനെയൊക്കെയാണ്? ഈ പ്രതികളെക്കുറിച്ചുള്ള സൂചനകൾ എന്തൊക്കെയാണ് പോലീസിനുള്ളത്? ഇന്നലെ മുതൽ പോലീസ് ഈ പ്രതികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു തെരച്ചിൽ തുടരുകയാണ്. പല മേഖലകളിൽ കേന്ദ്രീകരിച്ചാണ് ഡിജിറ്റൽ തെളിവുകളുടെയും മറ്റും അടിസ്ഥാനത്തിൽ പോലീസിന്റെ തെരച്ചിൽ. ജില്ല വിട്ട് പ്രതികൾ പുറത്തു പോയിട്ടില്ല എന്നാണ് പോലീസിന്റെ നിഗമനം. കണിയാമ്പറ്റ പച്ചിലക്കാട് സ്വദേശികളായ മുഹമ്മദ് അർഷിദ്, അഭിറാം, പനമരം സ്വദേശികളായ വിഷ്ണു, നബീൽ കമർ എന്നിവരാണ് പ്രതികളായി പോലീസ് പറയുന്നത്. ഈ സംഭവം നടക്കുമ്പോൾ കാറിൽ ഉണ്ടായിരുന്നത് ഇവരാണ് പ്രദേശത്തുകാരോടും കൂടൽക്കടലിൽ വെച്ച് പ്രദേശത്തുകാരോടും അതോടൊപ്പം മറ്റ് അവിടെ എത്തിയ ഈ വിധത്തിൽ ആ ചെക്ക് ഡാം കാണാൻ എത്തിയവരോടുമെല്ലാം തർക്കത്തിൽ നിന്നത്, അവരുമായി കയ്യേറ്റത്തിന് ചെന്നത്, അതുമായി ബന്ധപ്പെട്ടുള്ള സംഘർഷത്തിന് കാരണം ഇവരാണ് എന്നാണ് പോലീസ് പറയുന്നത്. ഏതായാലും ഇന്നലെ മുതൽ ഇവർ മൊബൈൽ ഫോൺ ഓഫ് ചെയ്ത് ഒളിവിലാണെന്ന് പോലീസ് പറയുന്നു. പല മേഖലകളിലും പ്രത്യേകിച്ച് ഇവർ എത്തിപ്പെടാൻ സാധ്യതയുള്ള, ഒളിവിലിരിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലെല്ലാം പോലീസ് പരിശോധന നടത്തുകയാണെന്നും പറയുന്നു. ഏതായാലും ഇന്ന് വൈകിട്ടോടുകൂടി ഇവരുടെ അറസ്റ്റ് ഉണ്ടാവുമെന്നാണ് ഏതായാലും പോലീസ് പറയുന്നത്. ഇന്നലെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിൽ നിന്ന് ലഭിച്ച വിശദീകരണം ഈ പ്രതികളെ സംബന്ധിച്ചുള്ള കൃത്യമായ സൂചനകൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം രാത്രി അവരെ പിടികൂടാൻ പോലീസിനായിട്ടില്ല. എന്നാൽ ഇന്ന് അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഊർജിതമായ തെരച്ചിലും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളും ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഇവർക്കെതിരെ കൊലക്കുറ്റത്തിനുള്ള കേസാണ്, വധശ്രമമാണ് ചുമത്തിയിരിക്കുന്നത്. കൊലക്കുറ്റമല്ല, വധശ്രമത്തിനുള്ള കേസാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. അതോടൊപ്പം ആവശ്യമെങ്കിൽ ഈ ട്രൈബൽ അട്രോസിറ്റി വകുപ്പുകൾ ഉൾപ്പെടെ ചേർക്കാനുള്ള സാധ്യതയുമുണ്ട്. പ്രത്യേകിച്ച് മനഃപൂർവ്വം ചെയ്ത ഒരു പ്രവൃത്തി എന്ന നിലയിലാണ് പോലീസിനെ കാണുന്നത്. ഈ ഡോറിൽ മാതിന്റെ, ഈ പ്രദേശത്തുകാരൻ തന്നെയായ ആദിവാസി മധ്യവയസ്കനായ മാതിന്റെ കൈ ഈ ഡോറിൽ കുടുങ്ങുകയായിരുന്നു ഈ സംഘർഷം എല്ലാം നടക്കുമ്പോൾ, ഈ വാക്കുതർക്കവും മറ്റും നടക്കുമ്പോൾ. എന്നാൽ അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടി അത് അറിഞ്ഞിട്ടും അത് വകവയ്ക്കാതെ കാർ മുന്നോട്ട് എടുത്ത് ഏതാണ്ട് 1/2 കിലോമീറ്ററോളം കാർ മുന്നോട്ട് പോയി. മനഃപൂർവ്വം ഒരു പ്രവർത്തനമായാണ് പോലീസ് കാണുന്നത്. ഏതായാലും അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ പോലീസ് ഇപ്പോഴും തുടരുകയാണ്. ഇന്ന് അറസ്റ്റ് ഉൾപ്പെടെ നടപടികൾ ഉണ്ടാവാൻ തന്നെയാണ് സാധ്യത എന്നാണ് പോലീസ് പറയുന്നത്. അതെ, മനുഷ്യത്വ മരവിച്ച എന്ന് വേണം ആ സംഭവത്തെ വിശേഷിപ്പിക്കാൻ. അങ്ങനെ തന്നെയാണ് ഉണ്ടായത്. ഒരു മനുഷ്യന്റെ കയ്യ് കാറിൽ ഡോറിൽ കുടുങ്ങിയിട്ടുണ്ട് എന്ന് അറിഞ്ഞതിന് ശേഷവും 1/2 കിലോമീറ്ററോളം വലിച്ചിഴച്ച് റോഡിലൂടെ കൊണ്ടുപോവുക എന്ന് പറയുന്നത്, ആ ദൃശ്യങ്ങൾ കാണാൻ മനസ്സ് ഉറക്കുന്നില്ല എന്നതാണ് വാസ്തവം. എന്തായാലും ഇന്ന് പ്രതികളെക്കുറിച്ചുള്ള സൂചനകൾ കൃത്യമായി പോലീസിനുണ്ട്. ഇന്ന് അറസ്റ്റ് ഉണ്ടാകും എന്നുള്ള വിവരങ്ങളാണ് അനൂപ് KR വയനാട് നിന്ന് പങ്കുവയ്ക്കുന്നത്.